ഒക്ടോബറിൽ വരാമെന്നും ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ആ കൺഫർമേഷൻ്റെ എഗനസ്റ്റ് ആയിട്ട് ഞങ്ങൾ പൈസ അടയ്ക്കുന്നത്. ആ പൈസ അടയ്ക്കുന്ന സമയത്ത് ഇതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, RBIനെ അയച്ചിട്ടുണ്ട്, എല്ലാ പെർമിഷനും എടുത്ത് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് AFIൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ഡയറക്റ്റ് മെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിലുള്ളൂ. ഇപ്പോൾ അവർ പറയുന്നു സെപ്റ്റംബറിലേക്ക്, അടുത്ത വർഷം 2026 സെപ്റ്റംബറിലേക്ക് വരാം. അതിന് പറ്റുവാണെങ്കിൽ അതിനൊരു എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. 2026 സെപ്റ്റംബറിൽ കളി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ആ 26 എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഇന്ത്യയിലെ നിയമപ്രകാരം അത് പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണ്, നമ്മളൊരു എഗ്രിമെൻറ്റ് ബേസിലാണ് ഇന്ത്യയിൽ പുറത്തേക്ക് ഇത്രയും വലിയ എമൗണ്ടാണ് പുറത്തേക്ക് അയക്കുന്നത്. ആ പൈസ നമുക്ക് തിരിച്ച് വരിക എന്ന് പറയുന്നത്, ആ പൈസ അവർ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ട് പുതിയ എഗ്രിമെൻറ്റ് പ്രകാരം ഈ എഗ്രിമെൻറ്റ് പെർമിഷൻ എടുത്ത് RBIൻ്റെ പെർമിഷൻ എടുത്ത് ആ പ്രകാരം മാത്രം പൈസ അടച്ചാൽ മാത്രമേ 2026 സെപ്റ്റംബറിലേക്ക് പറ്റുള്ളൂ. അല്ലാതെ അവർ എഗ്രിമെൻറ്റ് അയച്ചു തരുന്ന പാടെ അവരുടെ രാജ്യത്ത് ചിലപ്പോൾ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ നമ്മുടെ രാജ്യത്ത് പറ്റില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് നമുക്ക് നിയമമുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റിപ്പോർട്ടർ TV അല്ലെങ്കിൽ പിന്നെ ആൻഡോയോ മിനിസ്റ്ററോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അർജന്റീന ടീം വരണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിംഗ് ആണ്.